സോ ഹലോ ഗൈസ്, എല്ലാ മച്ചാന്മാർക്കും അഭിനവ് ഗെയിമർ 44ൻ്റെ പുതിയൊരു വീഡിയോയിലും കാര്യങ്ങളും സാധനം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് FC മൊബൈലും കാര്യങ്ങളുമായിട്ടാണ് ഗൈസ്. FC മൊബൈലിൻ്റെ UFA കാര്യങ്ങളുമായിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ്, പിന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫൈനലാണ്. അതായത് നമ്മുടെ യൂറോൻ്റെ UEFA യൂറോൻ്റെ ഫൈനലാണ്. പോർച്ചുഗൽ വേഴ്സസ് ഇംഗ്ലണ്ട് ആണ് ഗൈസ്. 4-2-3-1 ആണ് അവരുടെ ഫോർമേഷൻ. നമ്മുടെ 4-3-3 നമ്മുടെ ഫോർമേഷൻ. കഴിഞ്ഞ ഞാൻ ഒരു ബിഗിനർ ഇട്ട് കളിച്ചപ്പോഴത്തേക്കിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് എനിക്കറിയില്ല. സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ വഴി അവർ പറഞ്ഞിരുന്നു, പറയാനില്ല, ഞാൻ ഊബാന്ന് പറഞ്ഞു. സങ്കടമായിപ്പോയി. കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ബിഗിനർ അങ്ങ് മാറ്റി ലെജൻഡറി ആക്കിയിട്ടുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ അവരാണ് എൻ്റെ കണ്ണ് തുറന്നത്. കാരണം ഈ ബിഗിനർ ഇട്ട് കളിച്ചാലും ഒന്നും ആവാനൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ ലെജൻഡറി ഇട്ട് കളിച്ചാലും ഒന്നും ആവാനൊന്നും പോകുന്നില്ലെന്നാണ് തോന്നി. ഇതന്നെ കണ്ടം പാസ്സാണ് ഗൈസ് കൊടുക്കുന്നത് ഇവരെല്ലാം. ബെല്ലിംഗം ഇതെന്താടാ ഓടിച്ചെന്ന് മേടിക്ക്, നാണം കെടുത്തരുത് തന്നെ. തന്നെ എൻ്റെ പണി ഞങ്ങൾ ഇത് നമുക്ക് അറ്റാക്ക് ഇടാം. ഓക്കെ ഗൈസ്, നമ്മുടെ ബോൾ വീണ്ടും നമ്മുടെ കയ്യിലായി. ഇനി റൊണാൾഡോ സിൽവാൻ്റെ കിട്ടിയിട്ടുണ്ട്. സിൽവാൻ്റെ നേരെ റഫേലിയോൻ്റെ ഇതൊരു ഗോളാണ്. എന്നതാടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. റൂബൻ ഡിയാസ് രൂപ അത്രേ ഉള്ളൂ പെപ്പെ ഗൈസ്. അപ്പോൾ നമ്മൾ നല്ലൊരു കളിയും കാര്യങ്ങളും കളിച്ച് നമ്മുടെ പോർച്ചുഗലിനെ നമുക്ക് എങ്ങനെയും യൂറോ കപ്പിൽ കപ്പടിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുത്തിയിരിക്കും ഇവിടെ. യെസ്, സക്സസ്. യെസ്, നമ്മൾ സക്സസ്ഫുള്ളി നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗോളും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. നമ്മളെ ഫൈനലിലെ ഫസ്റ്റ് ഗോളും കാര്യങ്ങളും നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇതെന്നാതെങ്ങനെയാണ് വരുന്നത്? അത് നമ്മളിതൊന്നും കാര്യമാക്കണം. നമ്മൾ ഗെയിം പ്ലേ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പോർച്ചുഗലിനെ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ കപ്പടിപ്പിച്ച് കൊടുക്കും. പവർ ഷൂട്ട് അടിച്ചതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടായിരുന്നു. ഞാനാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇന്നൊരു ലോങ് റേഞ്ച് അടിച്ച് ഗോൾ കിട്ടുന്നത്. അത് നമുക്ക് ഇനി ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഇതെന്നതാ സ്വന്തം ടീമിനിട്ട് കാച്ചി അങ്ങ് വിടും. എൻ്റെ ദൈവമേ, ഞാൻ പറയാനാ എനിക്ക് ചുമ്മാ. അതെ, ഹാഫ് ടൈം ആയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയാലും നമ്മൾ ജയിക്കണം. അമ്മരെ നമുക്ക് തല്ലിക്കൊല്ലണം. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. നമ്മുടെ പോർച്ചുഗൽ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. നിങ്ങൾ കമൻറ്റൊന്നും ചെയ്യുന്നുമില്ല. ഒന്നും മാതിരി ചുമ്മാ കറക്റ്റ് കയ്യിലോട്ടായി പോയി. കമൻറ്റൊക്കെ ചെയ്താലും ഒരു രസം. കമൻറ്റൊക്കെ ചെയ്യണം, അങ്ങോട്ട് വാരിക്കൊള്ളണം. എനിക്കൊരു 1000 കമൻറ്റ് അങ്ങ് കിട്ടണം. ഒരാൾ തന്നെ ഒരു 300 കമൻറ്റ് ഇട്ടു. അയ്യോ ഇപ്പം പോണി പാളിയാനെ. റൂബൻ ഡിയാസ് നമ്മൾ കറക്റ്റ് പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്ന പ്ലേയേഴ്സ് എല്ലാം. ലിയോൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം റൊണാൾഡോ, വീണ്ടും ബ്രൂണോ ഫെർണാണ്ടസ്. ഇങ്ങേറെ ഷൂട്ടായിരുന്നു ഗോൾ കയറിയത്. അതെന്നാ പരിപാടി കാണിച്ചേ? അത് വേണ്ടാന്ന് ഇഷ്ടപ്പെട്ടില്ല. ഷൂട്ട് എനിക്കെന്താ കിട്ടിയത്? യെല്ലോ കാർഡോ? ഞാൻ ഒന്നും ചെയ്തില്ല, ഷൂട്ടല്ലേ അടിച്ചുള്ളൂ. ഷൂട്ട് അടിച്ചതിന് യെല്ലോ കാർഡോ? എൻ്റെ പൊന്നെ, എന്തോ റെഫറിക്ക് കാര്യമായിട്ട് കൈക്കൂലി മേടിക്കുന്ന റെഫറിയാന്ന് തോന്നുന്നു. എന്നെ ദൈവമേ. വീത്ത് ഓക്കെ, സെറ്റ് വിഷയം. അങ്ങനെയല്ല അവൻ്റെ ബോൾ എടുത്തുകൊണ്ട് പോകണം. എടാ മേടിയില്ലടാ. അതൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ അത്ര അല്ല. എന്നതാണ് കാണിക്കുന്നത്? എടാ അവനെ കൊണ്ട് സമ്മതിക്കില്ല. ഈ കോസ്റ്റ് തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. പോസിനകത്തോട് ഒരു ബോൾ പിടിക്കാൻ പോയിരുന്നു. ഇങ്ങനെയൊക്കെ പാഴാന്ന്. ഓക്കെ, നമുക്ക് എന്താണ് സംഭവിച്ചത്? അതാണ് സംഭവിച്ചത്.
ഫോഡനെ അങ്ങോട്ട് കളിക്കാത്ത നമ്മാർ പിൻവലിക്കാൻ പോകണം. ഓക്കെ ഗൈസ്. ഗൈസ് പിന്നെ വേറൊരു കാര്യം, ഓയ്യോ ഞാനത് ബോളായിരിക്കും ഗൈസ്. പിന്നെ വേറൊരു കാര്യം, ഇച്ചിരി വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പറയാം. എൻ്റെ കൂടെ ഫിഫ കളിക്കാൻ താല്പര്യമുള്ള കുറച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെന്നോട് കളിക്കാൻ വരണം ഗൈസ്. നമുക്ക് സെറ്റാക്കാം. ഞാൻ വലിയ പ്രോയൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ കളി തീരാറായി. നമ്മുടെ അടിക്കാൻ സമ്മതിക്കത്തില്ല ചുമ്മാതെ. എന്തുവാ ഇത്? ഓ കളി തീർന്നു ഗൈസ്. ഓ എൻ്റെ പൊന്നേ, റൊണാൾഡോ അല്ല ബ്രൂണോ ഫെർണാണ്ടസ് ആണ് എടുക്കാൻ പോകുന്നെങ്കിലും ഓ എടുത്ത് ഗൈസ്. നമ്മളെ യൂറോ കപ്പ് പോർച്ചുഗൽ എടുത്തിട്ടുണ്ട്. ഒന്നും നിങ്ങൾ വിഷമി ഗൈസ്. നമ്മൾ കപ്പ് നോക്കി നമ്മൾ റൊണാൾഡോനെ മാറ്റി ഗൈസ്. കളി തീർന്നതിന് കപ്പ് പോയി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ റൊണാൾഡോനെ നമ്മൾ മാറ്റിയിട്ട് വിഷയം ഗൈസ്. ഞാനല്ല, എല്ലാവരും വിഷയമാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഓ എടാ നിൻ്റെ മോൻ ഈ കപ്പ് ഈമാര് പോർച്ചുഗൽ പൊക്കാനുള്ളതിന് ഞാൻ ഇതിനകത്ത് പൊക്കി കൊടുത്തിട്ടുണ്ട് ഫിഫയ്ക്കകത്ത്. ചാമ്പ്യൻ സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ പ്രോയാണ് ഗീസ്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയത്തില്ല, ഞാൻ പണ്ടത്തെ മറ്റേ പ്രോയാ. ഓക്കെ സെറ്റ് ഓക്കെ. നമ്മുടെ ടാസ്ക് നമ്മളങ്ങനെ നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റൊണാൾഡോയ്ക്ക്. ഗീസ് എന്താണ് കിട്ടിയത്? എത്രയാ? 750 ഡയമണ്ട്. യെസ്, വീണ്ടും തന്നോണ്ടിരി. ഗൈസ് നമുക്കപ്പോഴത്തേന് നമുക്ക് 3000 സ്പിൻ ചെയ്യാനുള്ളതുണ്ട്. ഇല്ലേ പറ്റിച്ചാ? പക്ഷേ എൻ്റെ പൊന്നെ ഗൈസ്, അപ്പോൾ നമുക്ക് 3000 സ്പിന്നിങ് കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് എന്താ ചെയ്യണ്ടേ? ഗൈസ് നമുക്ക് 5500 ജെയിംസും കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റേൻ്റെ കാര്യമൊന്നും പറയണ്ട ഗൈസ്. ഇതിനകത്ത് നമുക്ക് ഈ കഞ്ഞി ട്രെയിനിങ് കളിക്കാം. അവിടെ എനിക്ക് ഈ റാഫേലിയോനെ കിട്ടുമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഒരു ഗുണവും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ആ ലെഫ്റ്റ് വിങ് ഇല്ല ഗൈസ്. അയ്യോ പനിയും കാര്യങ്ങളൊക്കെയാണ്. ഗോള് 2 അടി ഞാൻ തീർക്കാം കേട്ടോ. അവനവിടെ നിന്ന് അനങ്ങാതെ ചുമ്മാ ചൂട്ടടിച്ചു, ചുമ്മാ ഫ്രീ കിക്ക് അടിക്കുന്നത്. പക്ഷേ എൻ്റെ പൊന്നെ എന്നാ കാണോ ഇതിനകത്തൊന്നും എച്ചിപ്പണം മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാണ് വരാത്തെ? എച്ചിപ്പണം മാത്രമേ കിട്ടത്തുള്ളൂ. എനിക്ക് ദേഷ്യം എച്ചിപ്പണം കിട്ടുന്ന സ്ഥലം. പ്ലസ് നമ്മൾ ഇത് കളിച്ചപ്പോഴാണെന്നാണ് തോന്നുന്നത് നമ്മൾ ആ ലോങ് റേഞ്ച് ഇട്ടത്. അവിടെ എനിക്ക് ഗോൾ കീപ്പറിനെ CBനെ വേണം. ഞാൻ എങ്ങനെയല്ല ഇവരെയൊക്കെ എടുക്കും ഗൈസ്, ഞാൻ പൊളിയാണ്. എൻ്റെ ടീം ഞാൻ കാണിച്ചു തരാം. കുറച്ച് നേരം മുമ്പ് ഇതായിരുന്നു ടീം. ഈ കളി കഴിഞ്ഞ് നിങ്ങൾ കണ്ടോണം. ഇവൻ വിഷയമാണ്. ഇന്നലെ വരെ വിഷയമായിരുന്നു. ഓടാ എന്നതാടാ എന്തുവാടാ? സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ ആരും ഇല്ലല്ലേ ഗൈസ്. പിന്നതെന്ന് പറഞ്ഞാൽ പിന്നതൊന്നുമില്ല. മോഡ്രിച്ച് അടിച്ചു പൊട്ടിച്ചോ, ബോളെല്ലാം തല്ലിപ്പൊളിച്ചു മോഡ്രിച്ച്. എടാ എന്നുമാണ് കൈ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഗോൾ അടിക്കാൻ നമ്മൾ ശ്രമിക്കണം, ഒരിക്കലും കൈ കൊടുക്കരുത്. മോഡ്രിച്ച് ബില്ലിംഗോൾ. അപ്പോൾ ഇതെന്നാ കാണിക്കും? ഇവനെ അടിക്കാൻ പറ്റില്ല, തെറ്റാ വയസ്സ്. പിന്നെ വീണ്ടും ഗോൾ കിക്ക് സംഭവിച്ചു. വിർജിൽ വാൻ ഡൈക്ക് വീണ്ടും നമ്മുടെ സ്വന്തം മോഡ്രിച്ച്. ഇവനെ കൊണ്ട് അടുപ്പിക്കണോ? ഈ എന്നതാടാ ഒരു ഗോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഗോൾ അടിക്കാനൊക്കെ അറിയാം. ഞാൻ ലോങ് ഷൂട്ട് പ്രാക്ടീസ് ചെയ്യുവാണ്. അയ്യോ പിന്നെ അവൻ്റെ കാലെല്ലാം ഓടിച്ചേനെ. ആരാ? ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇതെന്നാ തന്നെ കയറിപ്പോന്നെ ചുമ്മാ വിഷയം ഉണ്ടാക്കരുത്. ഞാൻ വേറെ ലെവലാ. റിമാർക്ക് ഷൂട്ട് അടിക്കാനുള്ള കഴിയുന്നില്ല. അടാണ്ടേ എൻ്റെ പൊന്നെ ഒബ്ലാക്ക്, നീ തെറ്റും ചെയ്യരുത്. ഒബ്ലാക്ക് ചുമ്മാ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനാണ് ഗീസ് നമ്മൾ വിളിച്ചേ ബിസക്. അത് തന്നെ എന്ത് ബോൾ കൂടെ കണ്ടംപറ മടിയായിപ്പോയി. എവിടെയാണ് ഉണ്ട്? സൈഡ് നെറ്റിങ് കോർണർ കാണിച്ച് തരാടാ. അടി ഇങ്ങനത്തെ സാധനം കറക്റ്റ് കഴിച്ച് കറക്റ്റ് അടിവൻ ഷൂട്ട് അടിക്കണം. മുമ്പിൽ നിന്ന് മാറടോ, തനിക്ക് എന്തുവാടോ?
കൈമേല കൊടുക്കലടാ ചങ്കപ്പി. ആടാ ഒരു ബോൾ താഴെ. 88 മിനിറ്റ് നിങ്ങൾ എന്നാ ജയിക്കാമോ? എന്നാ ആ ഓക്കെ 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 ഓക്കെ. ഓ അതൊക്കെ ഗോള് കയറേണ്ട സാധനമാണ്. കഴിവുള്ളമാരെ കൊണ്ട് അടുപ്പിച്ച അതൊക്കെ ഗോളാണ്. അതൊക്കെ അറിയാലോ. കളി തീർന്നു. നമുക്കിനി മാറ്റമുള്ളൂ. നമ്മുടെ 2 CM, ഒരു LB, ഒരു സ്ട്രൈക്കർ വേണം നമുക്ക് ഏറ്റവും അത്യാവശ്യം. മൊത്തം 4 പ്ലെയറാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വേണ്ടത്. ഇതിനകത്ത് വെച്ചാണ് കിട്ടുന്നത്. അത് കുഴപ്പമില്ലായിരുന്നു. ഗൈസ് നമുക്ക് നമ്മുടെ സ്വന്തം 3000 രൂപയുടെ മറ്റേ എന്നതാ പറയുന്നത്, നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകാം ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. എൻ്റെ ദൈവമേ, നല്ല വല്ലവരെയും കിട്ടണേ. നല്ല വല്ലവരെയും കിട്ടണേ. ഇതിനകത്തൊന്നും ഒന്നും കിട്ടത്തില്ല. ഇതല്ല തെറ്റ് ഗൈസ്. നമുക്ക് അടുത്തതാണ് വേണ്ടത്. യെസ്, കമോൺ. എടാ വാടാ വരാൻ. സ്പെയിൻ. ഓ സ്ട്രൈക്കർ ആരാടാ? ഇതേതാ രാജ്യം? അല്ല ഇതേതാ ടീം? എടാ തെറ്റ്. 98-ൻ്റെ സ്ട്രൈക്കറിനെ കിട്ടി ഗൈസ്. മുമ്പേയും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു സ്ട്രൈക്കർ വേണം. നമുക്ക് സ്ട്രൈക്കറും കിട്ടി. നമ്മുടെ എടാ എന്തുവാ ഇത്? നമുക്ക് അവനെ അങ്ങോട്ട് ഇറക്കിയിടാം. ഇത് ഗുണമൊന്നുമില്ലടി ഗൈസ്. നമ്മുടെ ടീം സെറ്റായി ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ മണ്ട സെറ്റായിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ട്രൈക്കർ ഇപ്പോൾ സെറ്റായിരിക്കും, പൊസിഷൻ സെറ്റായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.